BPAG 172 Governance Issues and Challenges. Okay. So, ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 5. അതായത് എഗെയിൻ BPAG 172 ആണ് എടുക്കുന്നത്. പുസ്തകത്തിന്റെ പേരിന് ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് എന്നാണ്. ഓക്കെ. സോ മൈ നെയിം ഈസ് ദർ ഓൾറെഡി ഉണ്ണികൃഷ്ണൻ അക്കാഡമിക് കൗൺസിലർ. ഓക്കെ. നൗ ദിസ് ഓൾറെഡി ടോട്ടൽ 4 ബ്ലോക്ക് 15 യൂണിറ്റ്. ഇനി യൂണിറ്റ് 5നെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓക്കെ. അപ്പോ ഇത് ചേഞ്ചിങ് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്, ചേഞ്ചിങ് ഡയമെൻഷൻ ഓഫ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അതില് കൺസെപ്റ്റ് ഓഫ് എന്താണ് ഡെവലപ്മെന്റ്? നമ്മൾ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ പറയും, പക്ഷെ എന്താ ഡെവലപ്മെന്റ്? അപ്പൊ അതാണ് നമ്മൾ ചിത്രീകരിക്കുക. കാരണം എല്ലായിടത്തും പറയാം നമ്മൾ ആ ഡെവലപ്മെന്റ് ഈ ഡെവലപ്മെന്റ്, പക്ഷെ യഥാർത്ഥത്തിൽ ഡെവലപ്മെന്റ് ചിലയിടത്തും ഉണ്ടാവാറില്ല. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യ വളരെയധികം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ എല്ലാ വിധത്തിലും എക്സ്പാൻഷനും പല വിധത്തിലെ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. സോ ചേഞ്ചിങ് ഡയമെൻഷൻസ്, തിയറി, എന്താണ് ഡെവലപ്മെന്റ് തിയറി, എന്താണ് അപ്രോച്ച് ടു ഡെവലപ്മെന്റ്, അതായത് ഗവൺമെന്റിന്റെ സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ട് വേണമല്ലോ. കാരണം എന്തെങ്കിലും ഒരു നമ്മൾ സെറ്റപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ലാൻഡ് വേണം, എല്ലാം റോ മെറ്റീരിയൽ വേണം, അത് വേണം, ഇത് വേണം, എല്ലാം. അപ്പൊ ഗവൺമെന്റ് സപ്പോർട്ട്, വുമൺ അവരുടെ റോള്, ആൻഡ് മാർജിനലൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഡെവലപ്മെന്റ്. ശ്രദ്ധിക്കണം, സ്ത്രീകളും വളരെയധികം കോൺട്രിബ്യൂഷൻ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്നുണ്ട്. മാർജിനലൈസ്ഡ് ആണ് ചില സമയത്ത് എന്തുണ്ടറിയാം. അതേമാതിരി നോട്ട് ഓൺലി ദാറ്റ്, നമ്മുടെ ട്രൈബൽ, SC, ST ഇതേമാതിരിയല്ല, അവരുടേതായ റോൾ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം അതിനൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് എല്ലാവരെയും നമ്മുടെ നേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് യൂണിറ്റ് 5. ഓക്കെ. ഇനി ഇൻട്രൊഡക്ഷൻ. ദി ടേം ഡെവലപ്മെന്റ് ഈസ് ആംബിഗ്വസ്. അതായത് കൺഫ്യൂഷൻ ആണ്. അതായത് എന്താ ഡെവലപ്മെന്റ്? പലരും പല വിധത്തിലാണ് നിർദ്ദേശിക്കുന്നത് അല്ലെ ഡെവലപ്മെന്റ്. അതായത് ചില പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, പലതും ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ. അതൊരു കോംപ്ലക്സ് ഇതാണ് അല്ലേ. അപ്പോ ദ ടേം ഡെവലപ്മെന്റ് ഈസ് ആംബിഗ്വസ് ആൻഡ് വേഗ്. It is often gauged by economic parameters. ശ്രദ്ധിക്കുക, നമ്മളെ എത്ര ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എത്രത്തോളം അത്. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ പല ഉദാഹരണങ്ങൾ പറയുന്നത് റിലവന്റ് ടു ടോപ്പിക് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. പണ്ട് ഇന്ത്യ എക്കണോമിക് പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്താ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ഒരു ഉദാഹരണം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതായത് ഒരു കാലത്ത് ഇന്ത്യ കൊച്ചുകുട്ടികൾക്ക് അതെ എല്ലാവർക്കും അതെ പാല് ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്തിരുന്നത്. ഡെൻമാർക്ക് അതേമാതിരി ഫോറിൻ കൺട്രീസ്. ഓക്കെ. ഒരു കാലത്ത് പിന്നെ അപ്പൊ നമ്മുടെ സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ അമൂലും അതേമാതിരി നമ്മുടെ വർഗീസ് കുര്യൻ, ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ ഇൻ ദ കൺട്രി. ഓക്കെ. നമ്മുടെ ഗുജറാത്തിൽ സെറ്റപ്പ് ചെയ്തതും ഓക്കെ. അങ്ങനെ ഈ പാല് ഉൽപാദനം നടന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിംഗ് കൺട്രി ഇൻ ദ വേൾഡ് ടുഡേ. മനസ്സിലായോ? അപ്പോ അതുകൊണ്ട് എന്താണ് എക്കണോമിക് എങ്ങനെ അവിടെ അഫക്ട് ചെയ്യണേ നോക്കിക്കോളൂ. എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിന്. അതുകൊണ്ട് നമുക്ക് അതേമാതിരി ഇവിടെ അമൂലിന്റെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൺട്രി ഈസ് ഗെറ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്. ആൻഡ് ഗുജറാത്ത് ഗവൺമെന്റിന് ടാക്സ് കിട്ടുക, സെൻട്രൽ ഗവൺമെന്റിന് ടാക്സ് കിട്ടുക, ജനങ്ങൾക്ക് നല്ല ശമ്പളം അതേമാതിരിയുള്ള. അപ്പോൾ അവരുടെ കുടുംബത്തിന് ഇതാണ് എക്കണോമിക് പാരാമീറ്റേഴ്സ്. അപ്പൊ ഡെവലപ്മെന്റ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എത്രയോ ഉദാഹരണങ്ങൾ ഞാൻ പറയണ്ട. ഇന്നലെ ടിസ്കോയില് 1,00,000 മീതെ ആള് പണ്ട് ഒരു കാലത്തുണ്ടായിരുന്നു. 50,000 75,000 1 ലക്ഷം ആളുകൾക്ക് ഒരു കമ്പനി ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളം അവരുടെ മറ്റുള്ള ബെനിഫിറ്റും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം ഇത്ര കാലം സുരക്ഷിതമായി വളരെ നന്നായി കൊണ്ടു നടക്കാൻ കളിക്കുന്നതാണ്. അവരെ നമ്മുടെ മാത്രമല്ല അവര് കൺട്രിയുടെ എക്കണോമിക്സിന് വേണ്ടി വൈറ്റൽ റോളാണ് അവരുണ്ടാക്കുന്നത്. നമ്മുടെ റെയിൽവേ, ഓരോരോ പാളങ്ങള്, എന്താ ഒരു സ്റ്റീൽ പ്രൊഡക്ഷനിൽ അവര് മാത്രമല്ല നമ്മുടെ
പല റിയാക്ടർ, അത് ഇത് പല റിക്വയർമെന്റ്, ഇതെല്ലാം അവരെ ചെയ്യുന്ന പലരുടെ കാര്യം. അപ്പൊ നമ്മുടെ രാജ്യത്തിന് എങ്ങനെ സേവിക്കണം എന്നായിക്കോളൂ. അപ്പോ എക്കണോമിക് പാരാമീറ്റർ മെനി ആൾവേസ് ഞാൻ ടോക്കിംഗ് ഐ വിൽ ആൾസോ ഞാൻ പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. പുസ്തകം നിങ്ങൾ വായിക്കുക. ഞാൻ അഡീഷണൽ നോളജ് ഈ സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി തരേണ്ടതാണ് എന്റെ ചുമതല. ബാക്കിയൊക്കെ പുസ്തകം വായിക്കണം. പുസ്തകം യു ഷുഡ് റീഡ്. ഓക്കെ. മെനി കൺസിഡർ ഡെവലപ്മെന്റ് ടു ബി ഹോളിസ്റ്റിക്. ഓട്ടോമാറ്റിക് വരില്ല ഡെവലപ്മെന്റ്, അത് വിചാരിക്കണം. അതിനുള്ള സപ്പോർട്ട് വേണം. ഓക്കെ. ഗവൺമെന്റിന്റെ സപ്പോർട്ട് വേണം, ജനങ്ങളുടെ സപ്പോർട്ട് വേണം, എല്ലാം വേണം. ഓക്കെ. സോ പേഴ്സണൽ, പ്രൊഫഷണൽ ആൻഡ് സോഷ്യൽ സ്കിൽഡ് വർക്കേഴ്സ് ഷുഡ് ബി അവൈലബിൾ. നമ്മുടെ ഓരോരോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം വെച്ചാൽ സ്കിൽഡ് വർക്കേഴ്സ് വേണം. നമ്മുടെ സെമി സ്കിൽഡ്, അൺസ്കിൽഡ്, അതേമാതിരി സ്കിൽഡ്, ഇതുമാതിരിയുള്ള ആളുകൾ, മാനേജീരിയൽ, ടെക്നോക്രാറ്റ്സ്, എല്ലാവരും ആവശ്യമാണ്. Okay, so if the term development concerns a country, it may refer to social, political, and economic features of the same. In the era of market economy and technological advancement, നമ്മുടെ ലോകം മുഴുവൻ ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. It can even refer to development in information and communication technology. Okay, അതും ഡെവലപ്മെന്റ് അല്ലേ? നോക്കൂ, എന്തായിരുന്നു ഒരു കാലത്ത്. ഇന്നൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ബാങ്കിലെ ഇത് ട്രാൻസാക്ഷൻ ചെയ്യാം, ATM പൈസ വിഡ്രോ ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ വളരെ ഫ്ലോ ഇതാണ്. അങ്ങനെ ഇതൊക്കെ ഡെവലപ്മെന്റ് അല്ലേ? ഡിജിറ്റൽ ട്രാൻസ്ഫർ, എവറിഥിങ്. സോ ഇറ്റ് ഓൾസോ പ്രൂവ്സ് ഹൗ ദ ഡൈമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ആർ വ്യൂഡ് ഡിഫറently ഇൻ ഡിഫറെന്റ് പീരിയഡ്സ് ടു കോംപ്രഹെൻഡ് ദ ചേഞ്ചസ്. എല്ലാ ഫീൽഡിലും നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ട്. മനസ്സിലായില്ലേ? എഡ്യൂക്കേഷണൽ ആയിക്കോട്ടെ, ടെക്നോളജിയിലായിക്കോട്ടെ, സ്പേസ് പ്രോഗ്രാം ആയിക്കോട്ടെ, അറ്റോമിക് എനർജി ആയിക്കോട്ടെ, എല്ലാം നമുക്ക് പുരോഗതി ഉണ്ട്. അത് എല്ലാം നമ്മുടെ നല്ല വളരെ നല്ല ഗുഡ് ഗവേണൻസിന്റെയും നമ്മുടെ ഗുഡ് ലീഡേഴ്സിന്റെയും സ്കിൽഡ് ലേബേഴ്സിന്റെയും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് അസറ്റാണ് നമ്മുടെ ഏറ്റവും വലുത്. നമ്മുടെ രാഷ്ട്രം നന്നാവണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് വളരെ ടാലന്റഡ്, നോളജബിൾ പേഴ്സൺ, നമ്മുടെ രാഷ്ട്രം ഓട്ടോമാറ്റിക് വളരെ നന്നാവും. വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളാണ് നമ്മുടെ ആളുകൾ. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ നടക്കുന്നതെന്ന് മറ്റുള്ള രാജ്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതായത് നമ്മുടെ എത്രയോ 700, 800, 1000ന്റെ അടുത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ. എത്ര 18, 28, IIM 23, IIT 18, 19 ഉണ്ട്. പണ്ട് 4 ഉണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം എന്താണ്? അതേമാതിരി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, PGI, എല്ലാ ഫീൽഡും ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, അതായത് ഇന്ത്യൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതേമാതിരി എത്രയോ റിനൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് അനവധി. അതായത് നേഷന്റെ, രാജ്യത്തിന്റെ സുരക്ഷ കാക്കുന്ന പല പല ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്തുണ്ട്. ഓരോന്നും പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബ്രഹ്മോസ് മിസൈൽ, അതേമാതിരി പല വിധത്തിലുള്ള മെഡിക്കൽ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാ ഇതിലും പിന്നെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ ഉണ്ട്. അതല്ലേ, അനവധി റിസർച്ച് സെന്റർ ഉണ്ട്. ഈവൻ DRDO 10, 54, 55 ലബോറട്ടറീസ് ഉണ്ട്. CSIR 10, 50, 52 ലബോറട്ടറീസ്. എത്രയോ അറ്റോമിക് എനർജിയിൽ എത്രയോ റിയാക്ടർ റിസർച്ച് സെന്റേഴ്സ് ഉണ്ട്. അങ്ങനെ റിസർച്ചില് വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പേസ് പ്രോഗ്രാം നോക്കിയാൽ മതി. ഇതിന് നിങ്ങൾക്ക് ഉദാഹരണം എന്താ വേണ്ടത്? ISRO, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് പോരെ? അത് കേട്ടാ പോരെ? ടെക്നോളജി എവിടെ എത്തിയെന്ന് നമ്മുടെ ഇന്ത്യയിലത്തെ. നമ്മളെ ലോകത്തിൽ തന്നെ ഏകദേശം വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ഇൻ ദ സ്പേസ് പ്രോഗ്രാം അച്ചീവ്മെന്റ്. ഓക്കെ, എന്തുകൊണ്ടാണത്? എന്തായിരുന്നു നമ്മുടെ ഇന്ത്യ? മനസ്സിലായോ? ഇന്ന് എവിടെ നിൽക്കണമെന്ന് കൂടി ഓർക്കുക. അപ്പോ പണ്ട് പൈസ യാതൊന്നും ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക വളരെ ഇതായിരുന്നു നമ്മുടെ രാഷ്ട്ര സ്വാതന്ത്ര്യം കിട്ടുന്നതിനും. ഇന്ന് അതിനുള്ള ബഡ്ജറ്റ് അലോക്കേഷൻസ്, നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഓരോരോ ഇത്, പല വെൽ കൺട്രോൾഡ് ദിസ് തിങ്, നമ്മുടെ പൊളിറ്റിക്കൽ വിൽ, ഡിസിഷൻ ടേക്കിംഗ് പവർ, പാർലമെന്റ്, അസംബ്ലി, ഇവരുടെ ഒക്കെ റോള്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ഇവരുടെ എല്ലാം റോള്, അതന്നെ ഡെവലപ്മെന്റ് പറയാം. ഓക്കെ, നൗ ഡെവലപ്മെന്റ് കൺസെപ്റ്റൽ ഫ്രെയിംവർക്ക്. അതായത് ഇനി ഏകദേശം ഒരു ഇൻട്രഡക്ഷൻ ഞാൻ തന്നു കഴിഞ്ഞു. അപ്പൊ ഇനി പിന്നെ ഇതിന്റെ ഒരു ചെറിയ ഉദാഹരണം. എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ്? ഡെവലപ്മെന്റ് പുസ്തകം വായിച്ചാൽ മതി, അതിലുണ്ട് കംപ്ലീറ്റ്, വളരെ ലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ
ഞാൻ അഡീഷണൽ ആയിട്ടുള്ള പലതും പറഞ്ഞുതരാം കേട്ടോ. എന്താ ഈ ക്വാളിറ്റി ഓഫ് ലൈഫ്? ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണ്? അതായത് ഫിസിക്കൽ ഹെൽത്ത്. അപ്പൊ അതും ഡെവലപ്മെന്റ് ആണല്ലോ. പണ്ട് ഓരോ ഇഞ്ച് നമുക്ക് എന്തെങ്കിലും വല്ല, അതായത് ഒന്നാമത് വലിയ വലിയ അസുഖങ്ങൾക്ക് മരുന്നുണ്ടായിരുന്നില്ല പണ്ട്. ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല പണ്ട് പണ്ട് പണ്ട്. അല്ലെങ്കിൽ കാശുള്ളവർ ഫോറിൽ പോകും, അല്ലേ? ഇന്ന് അതല്ലല്ലോ. എല്ലാ വിധത്തിലുള്ള റിസർച്ച് സെന്ററും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ്, എവരിവേർ ഇറ്റ് ഈസ് അവൈലബിൾ. അപ്പൊ നമ്മുടെ ഈ ഇതല്ലേ നമ്മുടെ മരണനിരക്ക്, അത് ഒരു കാലത്ത് 30-40 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ 70 മീതെറ്റായി. അതായത് അത്രത്തോളം നമ്മുടെ ലൈഫ് എന്താ പറയണ്ടത്, പ്രൊലോങ് ചെയ്ത മെഡിസിൻ ഒക്കെ അത്രത്തോളം നമ്മുടെ മെഡിക്കൽ ഫീൽഡ് സയൻസ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ലൈഫ് പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത്, സൈക്കോളജിക്കൽ കണ്ടീഷൻ, ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം, റിലേഷൻഷിപ്പ്. ഇനി പറയാം 9 ഈ ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബുക്കിൽ. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. 9 ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ എന്താണ്? 1, വെൽത്ത്, സമ്പാദ്യം, സമ്പത്ത്, എംപ്ലോയ്മെന്റ്, ജോലി, എൻവയോൺമെന്റ് പ്രോപ്പർ ആയിട്ട് വേണം, കാലാവസ്ഥ, ഫിസിക്കല് ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്, മനുഷ്യന്റെ പ്രോപ്പർ മെന്റലും ഫിസിക്കലി ഹെൽത്തും ഉണ്ട്. ഹെൽത്ത് ഇല്ലെങ്കിൽ, വെൽത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ലൈഫ്, യുനോ. ഓക്കെ, എന്ത് കാശുണ്ടായിട്ട് നിങ്ങൾ ഹെൽത്ത് ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഓക്കെ, സോ എഡ്യൂക്കേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ. എഡ്യൂക്കേഷന്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പിന്നെ റീക്രിയേഷൻസ്, നമുക്ക് ഇടയ്ക്ക് വിശ്രമം, ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കരുത്. അതിൻ്റെ ഇടയിൽ വിശ്രമം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഓരോരോ ഡിസീസും ഇതൊക്കെ വരും. ഐ ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ചിലവർക്ക് ബാക്ക് പെയിന്, അതൊക്കെ കാരണം കൺട്രോൾ ഏത് സമയം ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ബാക്ക് പെയിനൊക്കെ ചിലപ്പോൾ അപ്പൊ നമുക്ക് റെസ്റ്റ് അത്യാവശ്യമാണ്. പിന്നെ വേറൊന്ന് ലീസർ, ഹാപ്പി, എൻജോയ്മെന്റ്. അതാണ് ചില കമ്പനികള് നമ്മളെ ഫോറിനിൽ പോയിട്ട് പോവാ, അവിടെ പോയിട്ട് പോവാ, ജമ്മു കാശ്മീരിൽ പോയിട്ട് വരിക, അല്ലെങ്കിൽ കന്യാകുമാരി, കൊച്ച് എവേ ഫ്രം ദ വർക്ക് പ്ലേസ്, യു എൻജോയ് വിത്ത് യുവർ ഫാമിലി. അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ അത് പിന്നെ സോഷ്യൽ ബിലോങ്ങിങ്. ഒരാള് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ശ്രദ്ധിക്കണേ, ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഞാൻ മാത്രം മതി, എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞതിൽ മീതെ വിട്ടിത്തരമേ വേറൊന്നുമില്ല. എനിക്ക് ആരുടെയും സഹായം വേണ്ട, എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, ഒരാളുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മരിച്ചാൽ ആരാ പെർമിഷൻ ചെയ്യുക? അതും കൂടി വേണ്ടേ? അപ്പോ ഞാൻ പറയും, ഇപ്പൊ കുടുംബം തന്നെ ഇല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തരണ്ടേ? അപ്പൊ ഇത് എല്ലാം ഇന്റർഡിപെൻഡന്റ് ആണ്. നമ്മൾ വെള്ളം ആയിക്കോട്ടെ, വായു, എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് പരസ്പര സഹായമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ സോഷ്യൽ ബിലോങ്ങിങ്സ്, പിന്നെ എല്ലാവരോടും മിങ്കിൾ ചെയ്തിട്ട്, ആരായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഒന്നും ഒരു ചിലർ മതം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഞാൻ ഒറ്റ ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കട്ടെ. ബ്ലഡ് ബാങ്കിൽ നിങ്ങൾ പോകുന്നുണ്ട് അല്ലേ? ഈ ബ്ലഡ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഏതാന്ന് അറിയാം. നിങ്ങൾക്ക് ഹോസ്പിറ്റലൈസ് ചെയ്ത് വിചാരിക്കുക, നിങ്ങൾക്ക് ബ്ലഡ് വേണം വിചാരിക്കുക. ചിലപ്പോൾ വല്ല ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്, ഹാർട്ട് ഇതാണ് വിചാരിക്കുക. ഒരു കുറെ കുപ്പി 5-6 കുപ്പി മരുന്ന് ബ്ലഡ് വേണം വിചാരിക്കുക. ഈ ബ്ലഡ് അവിടെ നിന്ന് ബ്ലഡ് ബാങ്കിൽ നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയോ ഇത് ആരെയെന്ന്? ഏത് ക്രിസ്ത്യന്റെ ആണോ, ഹിന്ദുവിന്റെ ആണോ, മുസ്ലിമിന്റെ ആണോ എന്നറിയോ? അറിയേണ്ട ആവശ്യമില്ല. എല്ലാ ബ്ലഡും ഒന്നെ, ബ്ലഡിന് റീപ്ലേസ്മെന്റ് ഇല്ല. ഉദാഹരണം, ഇത് ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കും. ഞാൻ തത്വമാണ് പറയുന്നത്, മനസ്സിലായോ? കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ നിയർ ട്രിവാൻഡ്രം ഒരു ഫയർ വർക്കില് എന്തോ അനവധി ആളുകൾ മരണപ്പെടുകയുണ്ടായി. 10, 100, 110 ഇടയില്. ഞാൻ പറയാം, കുറച്ച് വർഷം മുമ്പേ, 2, 3, 4 വർഷം മുമ്പേ പ്രൈം മിനിസ്റ്റർ ഒക്കെ വരികയുണ്ടായി പണ്ട് ഇവിടെ. ഒരുപിടി ടോപ്പ് പീപ്പിൾ, കാരണം വിവിധ ആൾ മരിച്ചു ഫയർ വർക്കിൽ. നോക്കൂ, ഇത് കഴിഞ്ഞിട്ട് നടന്ന സംഭവം, ഞാൻ അതൊക്കെ പോട്ടെ. തൊട്ടടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ക്യാൻ യു ഇമാജിൻ? ഇവർക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു അനൗൺസ് ചെയ്തു. കാരണം ഇവർക്കൊക്കെ അനവധി ഇഞ്ചേർഡ് ആളുകൾ ഉണ്ടല്ലോ, കൈ പോയി, കാല് പോയി, അതേമാതിരിയുള്ള ബേൺ ഇഞ്ചുറീസ് ഇതൊക്കെ ഉണ്ടല്ലോ. ഇവർക്ക് ബ്ലഡ് വേണമായിരുന്നു. അവിടെ
പല ക്ലബും അറേഞ്ച് ചെയ്തിട്ട് മെഡിക്കൽ കോളേജ് അങ്ങോട്ട് കംപ്ലീറ്റ് ഫുള്ളായി. വാഹനങ്ങള് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. കംപ്ലീറ്റ് ബ്ലോക്ക്. Everybody they wanted to donate their blood. And അപ്പൊ എന്ത് പറ്റി? മുഴുവൻ റോഡ് ബ്ലോക്കായി. മാത്രമല്ല, ഒരു വാഹനത്തിന് മുമ്പത്തെ വാഹനം അങ്ങോട്ട് കഴിഞ്ഞാലേ മറ്റേ വാഹനത്തിന് മുമ്പിലേക്ക് പോകാൻ പറ്റൂ. കാരണം ഓരോരുത്തരും ആളുകളെ കൂട്ടിക്കൊടുന്ന ടീമിനെ കൊണ്ടുവന്നിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തുടങ്ങി അവിടെ. അവസാനം യു വിൽ ബി സർപ്രൈസ്, ബ്ലഡ് ബാങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആള് അനൗൺസ് ചെയ്തു, അതായത് ഇനി ബ്ലഡ് വേണ്ട, സഫീഷ്യന്റ് ആയി കിട്ടി, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ദയവീതി പിരിഞ്ഞു പോവുക. കാരണം എന്താ അറിയുക, റോഡ് ബ്ലോക്ക് ആയിട്ട് മറ്റുള്ള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് രോഗികൾക്ക് അവിടെ വരാൻ പറ്റില്ലല്ലോ. എല്ലാം റോഡ് കംപ്ലീറ്റ് എൻട്രൻസ് ബ്ലോക്ക് ആയി. അപ്പൊ മറ്റുള്ള ട്രീറ്റ്മെന്റിന് വരുന്ന ആളുകൾക്ക് ഉള്ളിൽ വരാൻ പറ്റില്ല. അവസാനം ഇവര് അനൗൺസ് ചെയ്തു, നോ മോർ ബ്ലഡ് ഈസ് റിക്വയർഡ് ആൻഡ് വി ആർ സഫിഷ്യന്റ് വിത്ത് ഇനഫ് ബ്ലഡ്. അത് കഴിഞ്ഞിട്ടാണ് പിരിയുക. ഇതന്നെ. പക്ഷേ ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, 100, 200, 300, 500 ആളുകളെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ഇതാരുടെ ബ്ലഡ്? മനുഷ്യന്റെ ബ്ലഡ് അല്ലെ? അപ്പോ എന്താന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇത് നമ്മളെ ഈ പരസ്പര സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൽ സഹായിക്കാൻ പറ്റില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കണം. നമ്മള് തത്വം. സഹായിക്കാൻ ചിലപ്പോൾ പറ്റില്ല നമുക്ക്, സാമ്പത്തികമായിട്ടോ ചിലപ്പോൾ ഫിസിക്കലായിട്ടോ എന്തായിട്ടും ചിലപ്പോൾ സഹായിക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ടാവല്ലോ. അത് പൊട്ടക്കാരില്ല. പക്ഷേ നിങ്ങളാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. കാരണം അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ ഭരണഘടന എല്ലാവർക്കും സുരക്ഷിതമാണ്, ഈക്വൽ റൈറ്റ് ആണ്. ഓക്കെ. പിന്നെ വേറൊരു തത്വം പറയാനുള്ളത്, എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾ ഏജ് എത്ര എനിക്കറിയില്ല, ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്, ഡോണ്ട് ഹേറ്റ് എനിബഡി. നമ്മൾ ഓഫീസിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, എവിടെയെങ്കിലും ശരിയായിക്കോട്ടെ, ഡോണ്ട് ഹേറ്റ് ആരെയും വെറുക്കരുത്, ആരായിക്കോട്ടെ. എന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ക്രിട്ടിക്കൽ ടൈമിലാവുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിനെ കാണില്ല സഹായിക്കാൻ. ചിലപ്പോ ആ ഹെയ്റ്റ് ചെയ്ത ആളായിരിക്കും നമുക്ക് ചില സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരിക. അപ്പൊ കഴിയുന്നതും പരസ്പര സഹായത്തോട്, സോഷ്യൽ ബിലോങ്ങിങ്ങിന് അവരോടുകൂടി എല്ലാവരോടും കൂടി ഒത്തൊരുമിച്ച് ജീവിച്ച് നല്ല, അതായത് സൊസൈറ്റിയുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ് കാര്യം, ഞാൻ പറഞ്ഞെന്ന് മാത്രം. കാരണം എത്രയോ വർഷത്തെ, എത്രയോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത, എത്രയോ കമ്പനികളിൽ വർക്ക് ചെയ്ത ഒരാളെ എന്ന നിലയ്ക്കും എല്ലാവിധ, കാരണം ആൾമോസ്റ്റ് ആൾ പാർട്സ് ഓഫ് ദ കൺട്രി ഞാൻ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ പറയണം. ഇത് ഒരു വിധത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചായലല്ല. ഇതാണ് നമ്മുടെ നന്മയ്ക്ക് ഏറ്റവും ഉപകാരപ്രദം. എല്ലാ മനുഷ്യരും എല്ലാം ഒന്നാണ്. മനസ്സിലായമേ? പിന്നെ വേറെന്താ? അപ്പൊ പിന്നെ വേറൊരു കാര്യം, സോഷ്യൽ ബിലോങ്ങിങ് പറഞ്ഞു. റിലീജിയസ് ബിലീഫ്, ആർക്കും ഏത് മതത്തിലും നമ്മളെ റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക. അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ അവർക്കും അത് ഏത് കാശ്, ഏത് റിലീജിയൻ എല്ലാം ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെ പേര് വിളിച്ച് നമ്മളെ ഇൻസൾട്ട് ചെയ്യരുത്. അത് തെറ്റാണ്, ക്രിമിനൽ ഓഫൻസ് ആണ്. ശ്രദ്ധിക്കണം. ചിലര് ആ പേര് വിളിച്ച് നീ അവനല്ലേ, നീ അല്ലെങ്കിൽ നീ അവളല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, കാശോ മതോ അങ്ങനെ പറയരുത്. അത് തെറ്റാണ്, ക്രിമിനൽ ഒഫൻസ് ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കണത്. അതായത് ഒരാളുടെ കാറ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ റിലീജിയൻ പറഞ്ഞിട്ടോ അതൊക്കെ പറഞ്ഞിട്ട് അവഹേളിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിനെതിരാണ്. അത് ശ്രദ്ധിക്കുക. കാരണം എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ് ഇന്ത്യയിൽ. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനൊക്കെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് ഉണ്ട്, അതും കൂടി ആലോചിക്കുക. പിന്നെ കൺസെപ്ച്വലൈസേഷൻ, പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സേഫ്റ്റി. എല്ലാവർക്കും ജീവിക്കാൻ, ഞാൻ പറഞ്ഞല്ലേ, അവരുടെ സേഫ്റ്റി വേണം. അതിന് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ലൈഫ്, പിന്നെ സെക്യൂരിറ്റി, അതും അത്യാവശ്യമാണ്, സെക്യൂരിറ്റി. പിന്നെ ഇനി വേറൊരു കാര്യം, നമ്മുടെ ഡെവലപ്മെന്റില് ഒരു കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ 1947 മുതൽ 1964 വരെ നടന്ന ഒരു സംഭവം.
നമ്മുടെ അതായത് സെക്കൻഡ് വേൾഡ് വാർ എല്ലാം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹിരാക്കുഡ് ഡാം, മഹാനദിയിലെ ഹിരാക്കുഡ് ലോങ്ങസ്റ്റ് ഡാം ഇൻ ഇന്ത്യ, അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോ ആളുകളെ പല പ്രൊട്ടസ്റ്റും ഒക്കെ വന്നു. കാരണം ആളുകളെ മാറ്റി താമസിപ്പിക്കണം, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതായത് അപ്പോ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധിക്കുക. നോക്കൂ, ഇതെല്ലാം മോഡേൺ ടെമ്പിളാണ്, ക്ഷേത്രമാണ്. ഡാം പറയുന്നത് വെള്ളം എന്തിന്? കുടിക്കാനും. എന്തിന്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ജനങ്ങൾക്ക് അത്യാവശ്യമാണ്. ഭക്ഷണം ഇല്ലെങ്കിൽ ജീവിക്കാൻ മനുഷ്യൻ അതിന് വെള്ളം വേണ്ടേ? പിന്നെ ഒറീസ മേഖല അവിടെ മഴ പെയ്യാത്ത സ്ഥലമുണ്ട്, മഴ പെയ്യുന്ന അപ്പൊ കടലിൽ ഒഴുകി പോകുന്നതിന് മുമ്പ് ഡാം കെട്ട. ബക്രാനങ്കൽ അണക്കെട്ട് അങ്ങനെയല്ലേ? കാവേരി ഡാം അങ്ങനെ തന്നെ. അതുകൊണ്ടല്ലേ 4 സ്റ്റേറ്റിൽ കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിലൊക്കെ കാവേരി, മധുര, ഈരോട്, എത്രയോ ഡിസ്ട്രിക്റ്റില് കൃഷി ചെയ്ത് അതില്ലെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ അതേ പ്രകാരം സോമനി ഈവൻ ഇൻ കേരള മുല്ലപ്പെരിയാർ ഡാം 5 ഡിസ്ട്രിക്ട് കേരളത്തില് അതുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. 5 ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലത്തെ. അപ്പൊ ആ ഡാമില്ലെങ്കിൽ അപ്പൊ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അനവധി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ജവഹർലാൽ നെഹ്റു ആ സമയത്ത് പ്രധാനമന്ത്രി പറയേണ്ടായി, ഈ ഹിരാക്കുഡ് ഡാം ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതെല്ലാം ഇത് വിളക്കുകൾ, നിലവിളക്ക് മാതിരിയാണ്. അതായത് മോഡേൺ ടെമ്പിൾ, ക്ഷേത്രമാണ്. ജനങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായ കാര്യമാണ് വായു, വെള്ളം, ഭക്ഷണം. അങ്ങനെ അപ്പൊ പ്രൊട്ടസ്റ്റ്, ഈ ഡെവലപ്മെന്റിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടാവും പല കാര്യത്തില്, ഇല്ലേ? തെർമൽ പവർ പ്ലാന്റ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും പ്ലാന്റ് ആയിക്കോട്ടെ, അറ്റോമിക് പവർ പ്ലാന്റ് ആയിക്കോട്ടെ. പക്ഷേ അത് അനിവാര്യമാണ് രാജ്യസുരക്ഷയ്ക്ക്. രാജ്യം ഉണ്ടെങ്കിലല്ലേ നമ്മളുള്ളൂ, അല്ലെ? അപ്പൊ അവിടെ വേണം പറഞ്ഞാൽ വേണം, ഇല്ലെങ്കിൽ നിവൃത്തിയില്ല. അവർക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഗവൺമെന്റിന്. അപ്പൊ അതിന് ജനങ്ങളും മനസ്സിലാക്കണം ഈ കാര്യങ്ങള്. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഹിരാക്കുഡ് ഡാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി എന്താണ് ശീതയുദ്ധം? ബാക്കിയൊക്കെ നിങ്ങൾ ചിലതൊക്കെ വായിക്കുക കേട്ടോ, വായിച്ചിരുന്നത്. ഞാൻ ഇതിൽ ഇല്ലാത്ത ചില കാര്യം. കോൾഡ് വാർ. കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ശീതയുദ്ധം. ദി കോൾഡ് വാർ വാസ് എ പീരിയഡ് ഓഫ് ജിയോപൊളിറ്റിക്കൽ ടെൻഷൻ ബിറ്റ്വീൻ the United States of America and the Soviet Union and Russia. Soviet Union പറഞ്ഞ പിന്നീട് റഷ്യയായി. ഓക്കെ, ദി വെസ്റ്റേൺ ബ്ലോക്ക് ആൻഡ് ദ ഈസ്റ്റേൺ ബ്ലോക്ക് തമ്മിലുള്ള ശീത സമരം, യുദ്ധം. അതായത് ഈസ്റ്റേൺ ബ്ലോക്ക് വിച്ച് ബിഗിൻ ഫോളോയിങ് വേൾഡ് വാർ 2. വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ശീതസമരം. അതായത് എന്നാണ് ഡേറ്റ് അറിയോ? 12/3/1947 മുതൽ 26/12/1991 വരെയുള്ളതാണ് ശീതസമരത്തിന്റെ പീരീഡ്. അതായത് 12/3/1947 അത് മുതൽ 26/12/1991. എവിടെല്ലാം ലൊക്കേഷൻ? US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യ, യൂറോപ്പ്, വിയറ്റ്നാം, അതേമാതിരി ക്യൂബ, കൊറിയ, ഗ്രീസ്, സൗത്ത് അമേരിക്ക. ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ട രാജ്യങ്ങളെ കോൾഡ് വാറില്. മനസ്സിലായോ? അടുത്തത് കൺസെപ്റ്റുലേഷൻ ഓഫ് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഓവർ ടൈം. ഇതിലെ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇവിടെ വേറൊരു കാര്യം, നമ്മുടെ ഡെവലപ്മെന്റ് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ വളരെയധികം നോക്കും. ഇവിടെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ വേൾഡ് വാർ ഇൻഡസ്ട്രീസ് കണ്ടമാനം. അതേമാതിരി പണ്ട് ഇന്ത്യയിലൊന്നും ഉണ്ടായിരുന്നില്ല ഇൻഡസ്ട്രി. സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെ ഒക്കെ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മുടെ 5 year പ്ലാൻ വന്നത്, പഞ്ചവത്സര പദ്ധതികള്, ഓരോരോ പദ്ധതിയിൽ നിന്ന് ഓരോന്നിനും ഊന്നും കൊടുത്ത്, റാഡിക്കേഷൻ ഓഫ് പോവർട്ടി, പോപ്പുലേഷൻ കൺട്രോള്, ഇൻഡസ്ട്രിയലൈസേഷൻ, പിന്നെ ഇൻഇക്വാലിറ്റി ആൻഡ് അച്ചീവിങ് എക്കണോമിക് ഗ്രോത്ത്. ഇതൊക്കെ ഡെവലപ്മെന്റ് പെട്ടതാണ്. ക്വാളിറ്റി ലൈഫ് ഞാൻ ആൾറെഡി പറഞ്ഞു. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ജോലി ഉണ്ടെങ്കിലല്ലേ, അല്ല വ്യവസായം ഉണ്ടെങ്കിലല്ലേ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരൂ. അത് പിന്നെ അങ്ങനെ 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 ഓരോരോ ഡെവലപ്മെന്റ്. അപ്പൊ ഇൻഡസ്ട്രീസ് കണ്ടമാനം നോക്കൂ. ആദ്യം ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സ്ഥാപിച്ചു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങില്. അത് കഴിഞ്ഞിട്ട് 310 പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ് നിലവിൽ വന്നു. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. അതായത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, NTPC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ഫെർട്ടിലൈസർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അങ്ങനെ പലതും മാരുതി, സോറി, ഷിപ്പ് യാർഡ്, മസ്ഗാൻ ഡോക്ക്, അങ്ങനെ പലതും ഷിപ്പ് ബിൽഡിങ്, ലോട്ട് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപിച്ചാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ.
ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇത് ഉണ്ടാക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാ നെഹ്റുവിന്റെ കാര്യം പറഞ്ഞത്? വി ഷുഡ് അപ്രീഷിയേറ്റ്. നമ്മുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ നല്ലതും ചീത്തതയും തിരിച്ചറിയണം. ചില കാര്യങ്ങൾ നല്ലത് ചെയ്താൽ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നത് നല്ലതാണെന്ന് പറയണം, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയണം. അതിനാണല്ലോ നമുക്ക് മനുഷ്യന് ഇത് ബുദ്ധി എന്നുള്ളത്. അതായത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉടലെടുത്തപ്പോൾ ഇത് പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കാനല്ല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. സോഷ്യൽ ഓബ്ലിഗേഷൻ ഉണ്ട്. ജനങ്ങൾക്ക് ജോലി കൊടുക്കുക, അതേമാതിരി നമ്മുടെ ഇന്ത്യ സെൽഫ് റിലയന്റ് ആവുക പല ഫീൽഡിലും. ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, അതേമാതിരി എനർജി സെക്ടർ ആയിക്കോട്ടെ, പെട്രോളിയം ഇതായിക്കോട്ടെ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓയിൽ, മറ്റേ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇത് അങ്ങനെ ഓരോരോ ഫീൽഡിലും, നെയ്വേലി ലിഗ്നൈറ്റ് ഒക്കെ ആയിക്കോട്ടെ, മാംഗനീസ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, കോളാർ ഫീൽഡ്, അങ്ങനെ അങ്ങനെ പിന്നെ ട്രക്ക്, ഭാരത് എർത്ത് മൂവേഴ്സ് ആയിക്കോട്ടെ, ഓരോരോ ഉദ്ദേശത്തിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. ചിലപ്പോൾ അത് പ്രോഫിറ്റ് ഉണ്ടാക്കില്ല, പക്ഷേ ഇവർക്ക് സോഷ്യൽ ഓബ്ലിഗേഷൻ ഉണ്ട്. അതായത് സെക്യൂർഡ് ജോബ്, ജനങ്ങൾക്ക് പെൻഷൻ. അതുകൊണ്ട് ഒരാൾക്ക് ജോലി ഉണ്ടെങ്കിൽ 5 പേരുടെ കുടുംബമാണ്, 5 പേര് ജീവിക്കും. അപ്പൊ ഇതൊക്കെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പൊ നല്ല ഇത് കണ്ടിട്ടാണ് ഇതൊക്കെ സ്ഥാപിച്ചിരുന്നത് കേട്ടോ. അപ്പൊ ചിലത് ഹൈലി പ്രോഫിറ്റ് മേക്കിംഗ് ഉണ്ട്. അതിന് നവരത്ന, മഹാരത്ന, മിനി രത്ന, അങ്ങനെ പറഞ്ഞ കാറ്റഗറൈസ് ചെയ്യുന്ന ഹൈലി പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനികളാണ് ഭാരത് പെട്രോളിയം, ഇന്ത്യൻ കോർപ്പറേഷൻ, ONGC, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഹൈലി പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നു നവരത്ന, പിന്നെ നമ്മുടെ BHEL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, അങ്ങനെ 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 പലതും വരുന്നു. പിന്നെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻഡസ്ട്രീസ് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, ബാംഗ്ലൂർ, പ്ലെയിൻ ഉണ്ടാക്കണ, വാർ പ്ലെയിനല്ലേ ഉണ്ടാക്കുന്നത്. അത് വേണ്ട രാജ്യത്തിന്, നമ്മുടെ എയർഫോഴ്സിന് വേണ്ടേ, അല്ലെ? അതേമാതിരി മദ്രാസിലെ ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്, ശക്തിമാൻ. ആ ടാങ്ക് വേണ്ടേ? മറ്റേ അതേമാതിരി റെയിൽവേ, ഇന്റഗ്രൽ കോച്ച് ഫാക്ടറീസ് ഉണ്ട്, റെയിൽവേ ഓട്ടുണ്ട്, വണ്ടി ഓടണ്ടേ? അപ്പൊ എന്താ പറയുക, ഇതൊക്കെ സ്ഥാപിച്ചത് ഓരോരോ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു നെറ്റ്വർക്കിൽ ഒന്നാണ്, റെയിൽവേ നെറ്റ്വർക്കിൽ ഒന്നാണ്. ഏകദേശം 8-9 ലക്ഷം ജനങ്ങളാണ് ജോലി ചെയ്യുന്നത്, റെയിൽവേയിൽ ജോലി ചെയ്യുന്നത്. ആ റെയിൽവേ ഉണ്ടാവുകൊണ്ടല്ലോ 9 ലക്ഷം ആളുകൾക്ക് ജോലി. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഓരോരോ കാര്യം. അപ്പൊ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്, മോഡേണൈസേഷൻ വേണം, ഡിപ്പെൻഡൻസി തിയറി, അതിനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ. വേൾഡ് സിസ്റ്റം തിയറി, സ്റ്റാൻഡ് പോയിന്റ് തിയറി, അതെ എലാബറേറ്റ് ചെയ്തിട്ടുണ്ട് ചിലത്. അതൊന്ന് നോക്കുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസ്, റിസോഴ്സ് മാനേജ്, പിന്നെ നമുക്കുള്ള റിസോഴ്സ് നമ്മൾ മാനേജ് ചെയ്യണം. മെറ്റീരിയൽസ്, മൈന്, അതേമാതിരി വാട്ടർ, എന്തെല്ലാം നമ്മുടെ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്, അതെല്ലാം കാത്തു സൂക്ഷിക്കണം. അടുത്ത ജനറേഷന് നമ്മൾ അവർക്ക് വേണ്ടിയും കാത്തു വെക്കണം. വെള്ളം മുഴുവൻ ഇപ്പൊ കുടിച്ചിട്ട് അടുത്ത പ്രാവശ്യം വേണ്ട, നാളെ വേണ്ട വെള്ളം എന്ന് പറയാൻ പറ്റും? മറ്റുള്ളവർക്ക് വേണ്ടാന്ന്. അതായത് ടെക്നോളജി കൂടിയപ്പോ എത്രത്തോളം ഡീപ്പിൽ പോവോ അത്രത്തോളം ഉള്ളിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങിയ വെള്ളത്തിന്റെ വാട്ടർ ലെവൽ ഗോൺ ഡൗൺ ലൈക്ക് എനിത്തിങ്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല. അതേമാതിരി കോളാർ ഗോൾഡ് മൈൻസ് ഇൻ മൈസൂർ, സോറി, കർണാടക, കുഴിച്ചിട്ട് അവിടെ ഗോൾഡും ഇല്ല, യാതൊന്നുമില്ല, കിണർ മൂടി. അപ്പോ പ്രകൃതി തന്ന ചില ഇതാണ് അത് കാത്തു സൂക്ഷിക്കുക. കാരണം നാളേക്കും ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കരുതുക. കിട്ടുന്നത് മുഴുവൻ നമ്മൾ പുഴക്കിയെടുക്കരുത്. മനസ്സിലായില്ലേ? അതേമാതിരി മാംഗനീസ് ആയിക്കോട്ടെ, വേറെന്തെങ്കിലും. അപ്പൊ ചിലതൊക്കെ നമ്മള് കഴിയാറായി, ചിലതൊക്കെ ഇന്നുണ്ട്. കോൾ 100 കൊല്ലത്തെ സ്റ്റോക്ക് ഉണ്ട് ഇന്ത്യയില്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ കോൾ കത്തിച്ചാൽ എയർ പൊല്യൂഷൻ ഉണ്ടാവും. അത് പക്ഷേ തെർമൽ പവർ പ്ലാന്റിന് കോൾ ആവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതൊക്കെയാണ് നമ്മുടേത്. പിന്നെ ഗ്രോത്ത്, പൊളിറ്റിക്കൽ, ഹ്യൂമൻ ഫ്ലറിഷിംഗ്, പിന്നെ മനുഷ്യ സമ്പത്ത്. ഓക്കെ, കപ്പാസിറ്റി. നമ്മുടെ ലോകത്തിൽ തന്നെ ഏതാനും 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യ വിൽ ബിക്കം ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ റിയൽ അസറ്റ് ഓഫ് ദി കൺട്രി ആസ് വെൽ ആസ് എനി കമ്പനി. ഒരു കമ്പനി എന്ന് പറയുന്നത് അതിലുള്ള നമ്മുടെ മെഷീനറിയോ ഇൻവെസ്റ്റ്മെന്റോ അല്ല, അതേമാതിരി റോ മെറ്റീരിയൽ, ഇതൊന്നും അല്ല. ആ മനുഷ്യ സമ്പത്ത്, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ പറയും, അതായത് നമ്മുടെ റോബോട്ട് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, മനുഷ്യന്റെ ആവശ്യമില്ല. അപ്പൊ ഈ റോബോട്ടും മറ്റേതൊക്കെ ഉണ്ടാക്കുന്ന ആരാ? മനുഷ്യനല്ലേ? കമ്പ്യൂട്ടർ, എവറി മെഷീന്റെ പിന്നിലും മനുഷ്യനില്ലേ?
മനുഷ്യനിലതൊക്കെ ഉണ്ടാക്കണ കമ്പ്യൂട്ടർ. ക്യാൻ യു റീപ്ലേസ്? ഞാൻ ഒറ്റ ചോദ്യത്തിൽ ഉത്തരം ഇത് പറയാം. കമ്പ്യൂട്ടർ എല്ലാ കാര്യം ചെയ്യും അല്ലേ? ഇപ്പൊ ഒരു പ്രൈവറ്റ് സെക്രട്ടറി, ഒരു ചെയർമാന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക, എല്ലാം കമ്പ്യൂട്ടർ മൂലം സാധിക്കും അല്ലേ? എല്ലാം ത്രൂ കമ്പ്യൂട്ടർ. എന്തായിക്കോട്ടെ, വേൾഡ് ഓവർ, വേറെ എവർ ഈ ട്രാവൽ, ട്രെയിനിൽ പോകണോ, പ്ലെയിനിൽ പോകണോ, ട്രാൻസ്പോർട്ട് വണ്ടി വേറെ ഏതെങ്കിലും പോകണോ, ഒക്കെ അവർ ചെയ്യും. ഷിപ്പിൽ എല്ലാം കാര്യം. പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ, ഹ്യൂമൻ അറ്റാച്ച്മെന്റ്, ദ റിലേഷൻഷിപ്പ്, ലവ് ആൻഡ് അഫെക്ഷൻ മെഷീന് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ മെഷീനായിട്ട് എന്ത് ലവ് അഫെക്ഷൻ ആണ്? നമുക്ക് വല്ല റെസ്പെക്ട് ചെയ്തൊരു മെഷീൻ, പക്ഷെ ഹ്യൂമൻ ബീയിങ്ങിനെ പറ്റുമത്? അപ്പൊ ഇൻസെപ്പറബിൾ ആണ് അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ്, ദേ ആർ ദ വൈറ്റൽ ഫോർ സക്സസ് ഓഫ് എനി നേഷൻ ആസ് വെൽ ആസ് നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ പ്രോഗ്രസിനും ഹ്യൂമൻ റിസോഴ്സ് പ്ലേ. അപ്പോ അവരെ നമ്മള് നല്ല വിധത്തിൽ കാത്തു സൂക്ഷിക്കണം. പിന്നെ എക്കണോമിക് ഗ്രോത്ത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ലിബറലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞു. പ്രൈവറ്റൈസേഷൻ പിന്നെ ഗവൺമെന്റ് സെക്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റിലും വളരെ നല്ല നല്ല കമ്പനികളുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഹീറോ ഹോണ്ട വേൾഡ് ലാർജസ്റ്റ്, മാരുതി എഗെയിൻ, അങ്ങനെ പ്രൈവറ്റ് സെക്ടറിൽ എത്രയോ, ടാറ്റയുടെ തന്നെ എത്രയോ പ്രൊഡക്റ്റ് ഉണ്ട്, അംബാനിയുടെ പലതുണ്ട്, അങ്ങനെ പല 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 ഇതുണ്ട്. എല്ലാം വളരെ മഹേന്ദ്ര ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എല്ലാം പ്രൈവറ്റിലും ഇത് വളരെ നല്ല നല്ല ഇത് നടക്കുന്നത്. അപ്പൊ എല്ലാം ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റുമോ? അപ്പൊ പ്രൈവറ്റുകാർക്ക് എല്ലാം ഗവൺമെന്റ് ചെയ്ത അത് ഇപ്പൊ നോക്കൂ, റെയിൽവേയിലെ ടോയ്ലറ്റ്, ഇത് നമ്മുടെ വെയിറ്റിംഗ് റൂം, ഇതെന്തിനാ ഗവൺമെന്റ് ചെയ്യുന്നത്? നമ്മുടെ കക്കൂസ് ക്ലീൻ ചെയ്യാൻ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൽ മറ്റേത് പ്രൈവറ്റ് ചെയ്യണ്ടേ? അതേ ഭക്ഷണം കൊടുക്കുക, പ്രൈവറ്റ് ചെയ്യണ്ടേ? കമ്പിളി കൊടുക്കുക എ സിയില്. അങ്ങനെ പ്രൈവറ്റൈസേഷൻ വേറെവർ ഈസ് പോസിബിൾ. ഡിഫൻസ് സെക്ടറിൽ ചിലത് പറ്റില്ല, ചില ഏരിയ. പക്ഷെ ഇപ്പൊ എല്ലാം കുറേക്ക് പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട്. പെട്രോ കെമിക്കൽ ആയിക്കോട്ടെ, വേറെ പലതും ആയിക്കോട്ടെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ചിലത് സ്വാഗതമാണ്, ചിലതൊക്കെ കേട്ടോ. അത് പല പല പർപ്പസ് കൊണ്ടാണ്. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതായി. പിന്നെ വേറൊരു കാര്യം, ഡിപ്പെൻഡൻസി തിയറി. അതായത് നമ്മള് ഒരു രാജ്യം മറ്റേ രാജ്യമായിട്ടും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരായിട്ടും വളരെ ചില സമയത്ത് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഡിപ്പെൻഡ് ആണ്. അപ്പൊ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പിന്നെ ന്യൂ ലിബറലിസം, മോഡേണൈസേഷൻ ഓഫ് തിയറി, അതായത് പല പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പിന്നെ അതിനെ പറ്റിയിട്ടാണ്. യെസ്, ഓക്കെ. ദി ഫോർത്ത് ഷിപ്പ് ഈസ് ഡ്രൈവ് ടു മെച്യൂരിറ്റി, ടേക്ക് ഓഫ്. അതേമാതിരി അതായത് മോഡേൺ തിയറി പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. പുതിയ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അത് മാക്സ് വെബർ പലതും പറഞ്ഞിട്ടുണ്ട്. അവരുടെ തിയറി ഉണ്ട് മാക്സ് വെബറിന്റെ. അതായത് 5 സ്റ്റേജ്, അതായത് അതിലെന്താണ് പറയുന്നത്, ഡ്യൂറിംഗ് ദിസ് പീരീഡ് സൊസൈറ്റി വുഡ് ബി പോവർട്ടി ഇറാഡിക്കേഷൻ, പിന്നെ ടേക്ക് ഓഫ്, അതേ പ്രകാരം പിന്നെ എക്കണോമിക് ഗ്രോത്ത്, അതേമാതിരി മാസ് കൺസംഷൻ, ഹൈ മാസ് കൺസംഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കണം എന്നുണ്ടെങ്കിലേ കൺസംഷനും അത്യാവശ്യമല്ലേ? അത് കസ്റ്റമർ ആവശ്യമല്ലേ? അല്ല, ഇപ്പൊ നമ്മുടെ മാരുതി കാർ കുറെ ഉണ്ടാക്കി പ്ലാനിലോട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ ആൾ വേണ്ടേ? അപ്പൊ ഇതൊക്കെ കസ്റ്റമർ റിലേഷൻ. പിന്നെ ഡിപ്പെൻഡൻസി, നമ്മളെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് അല്ലേ? നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയത് മറ്റുള്ളവർ, ഇപ്പൊ പാല് ഉത്പാദിപ്പിച്ചു, ആ പാല് വാങ്ങണ്ടേ ആളുകൾ? അപ്പൊ അത് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലേ? യെസ്. പിന്നെ വേറൊരു കാര്യം, പ്രോട്ടഗോണിസ്റ്റ്, അതായത് ചില ചില ലീഡേഴ്സ് ഉണ്ട്, ചിലവരെ വേൾഡ് സിസ്റ്റം തിയറി, ഓരോ ലോകത്തിലെ അനുബന്ധമായ ചില തിയറി, സ്റ്റാൻഡ് പോയിന്റ് തിയറി ഉണ്ട് ചിലത്. സ്റ്റാൻഡ്, അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. അതായത് ഓരോരോ ചെറിയ കൊച്ചു കൊച്ചു സെന്റൻസ് ആണ്. പൊസിഷൻ ടു വ്യൂ ദ വേൾഡ് സോഷ്യൽ ഗ്രൂപ്പ്, ലോകത്തിലെ സോഷ്യൽ ഗ്രൂപ്പ്, എല്ലാം ലോകത്തിലെ എല്ലാം ഇപ്പം വളരെ എന്താ പറയണ്ടേ, എല്ലാം ഒന്നേ എന്നുള്ള നിലയ്ക്ക് ആയിപ്പോവും. നിങ്ങളിപ്പോ ഗൾഫ് കൺട്രീസ് പോയാലും ശരി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ കോപ്പറേഷൻ, അണ്ടർസ്റ്റാൻഡിങ്. ബ്രിട്ടനിൽ പോയാലും ശരി, എവിടെ പോയാലും ശരി, എല്ലാം ഒന്ന് എന്നുള്ള നിലയ്ക്ക്. കാരണം അല്ലെങ്കിൽ എല്ലാവരെയും ആവശ്യമാണ്, മനസ്സിലല്ലേ? അതാണ് ഇന്റർ ഡിപെൻഡന്റ് സ്റ്റാൻഡ് പോയിന്റ് തിയറി. ഓക്കെ, പിന്നെ ആരാണ് ഏഡം സ്മിത്ത്? ഏഡം സ്മിത്ത് പറയുന്ന ആള് വളരെ, അദ്ദേഹത്തിന്റെ പല പല ബുക്സ് വളരെ പേര് കേട്ട, അതായത് വാസ് എ സ്കോട്ടിഷ് എക്കണോമിസ്റ്റ് ആൻഡ് ഫിലോസഫർ. അതേമാതിരി പൈനീർ ഇൻ പൊളിറ്റിക്കൽ എക്കണോമിക്സ്, കീ ഫിഗർ ഡ്യൂറിങ് ദ സ്കോട്ടിഷ് എൻലൈറ്റൻമെന്റ്. ജനിച്ചത് 1790 യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് പൊളിറ്റിക്സും ഫിലോസഫിയും എത്തിക്സും എക്കണോമിക്സും ആണ്.
ആഡം സ്മിത്തിന്റെ കേട്ടോ, വളരെ പ്രസിദ്ധനായ ഒരു ഇതാണ്, പിന്നെ ആളാണ് പിന്നെ ആഡം സ്മിത്ത്. ഓക്കെ, പിന്നെ പിന്നെ വേൾഡ് ബാങ്കിന് IMF-ന്റെ ആൾറെഡി പറഞ്ഞു സ്ട്രക്ചറലിസം. പിന്നെ നമ്മുടെ ഡെവലപ്മെന്റ് വേണം വെച്ചാൽ അത് സ്ട്രക്ചർഡ് ആയിരിക്കണം. ഡെവലപ്മെന്റ് വേണം വെച്ചാൽ അൺസ്ട്രക്ചേർഡ് പറ്റില്ല, സ്ട്രക്ചർ വേ പോണം. സ്ട്രക്ചർ ഇല്ലാന്നെങ്കിൽ പിന്നെ ഒരു നിവൃത്തിയില്ല, മനസ്സിലായില്ലേ? പിന്നെ സ്ട്രക്ചറലിസം അത് ആണ്. ഇനി ഇൻവെൻഷനലിസം, ഇടപെടൽ, ഇന്റർവെൻഷനലിസം, ഇടപെടൽ, അത്. പിന്നെ പീപ്പിൾ സെന്റേഡ് അപ്രോച്ച്. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്താണത്? മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് എക്കോണമി ആസ് എൻ എക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് ദ ഡിസിഷൻ റിഗാർഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസ്യൂമർ ആരാണ്, അതെല്ലാം മറ്റേ പ്രൈസ് എന്താണ്, ക്രിയേറ്റഡ് ബൈ ദ ഫോഴ്സസ്. ഓരോരോ പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് മാർക്കറ്റിലെ, സപ്ലൈ ആൻഡ് ഡിമാൻഡ്. നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റുമോ, അത്. പിന്നെ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റ് എക്കണോമിയിൽ ഉള്ളതാണ്. പിന്നെ ഓക്കെ, അൺഇംപീഡ് ബൈ ദ പ്രൈസ് കൺട്രോൾ, റെസ്ട്രിക്ഷൻ, കോൺട്രാക്ട് ഫ്രീഡം, ഇതൊക്കെ മാർക്കറ്റ് എക്കണോമിയിൽ വരും കേട്ടോ. പിന്നെ വേറൊന്ന് പീപ്പിൾ സെന്റേഡ് അപ്രോച്ച്. ഇവിടെ പറയാനുള്ളത് പീപ്പിൾ സെന്റേഡ് അപ്രോച്ച്, അത് ജനങ്ങൾക്ക് ആവശ്യമായത്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ, അതായത് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് എന്താണത്? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ദ ഫോം ഓഫ് പോവർട്ടി റിഡക്ഷൻ. പോവർട്ടി റിഡക്ഷൻ ഇങ്ങനെ കമ്മിയാക്കണം എന്നുള്ള, അതായത് ദാരിദ്ര്യം, അനവധി രാജ്യങ്ങളിൽ ദാരിദ്ര്യമുണ്ട്, അതെങ്ങനെ റിഡ്യൂസ് ചെയ്യണം. പിന്നെ ജെൻഡർ, ആണ് പെണ്ണ് വ്യത്യാസം, അതിന്റെ ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യുക, ആണും പെണ്ണും തമ്മിലുള്ള അതിന്റെ കാരണം അവർ ഈക്വൽ ഇത് കൊടുക്കാൻ. പിന്നെ എൻവയോൺമെന്റൽ കൺസർവേഷൻ പറയേണ്ട ആവശ്യമില്ല. എൻവയോൺമെന്റൽ എക്കണോമിക് ഗ്രോത്ത്, ഓരോരോ എക്കണോമിക് ഗ്രോത്ത്, ഇതിനെ പറ്റി ഇൻഡസ്ട്രിയലൈസേഷൻ, ഓക്കെ, സൊസൈറ്റിയിലെ അതിന്റെ അഫക്റ്റ്. അടുത്തത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി, MGNRES ആക്ട്. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട ഒരു ഇതാണ്. നമ്മുടെ ഇതില് 30% സ്ത്രീകളായിരിക്കണം എന്നും, മിക്കവാറും സ്ത്രീകളാണ് ഇതിൽ. അതായത് റൂറൽ, അവർക്ക് 20 ദിവസം 30 ദിവസം എന്തെങ്കിലും 20 ദിവസം എന്തെങ്കിലും ജോലി കൊടുക്കണം എന്നുള്ളതും, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മഹാത്മാഗാന്ധി, അതായത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. 20 ദിവസം അത് ചിലപ്പോ 100 ഡേയ്സ് ഒരു കൊല്ലത്തില്, അങ്ങനെയൊക്കെയാണ്. അത് നിലവിൽ വന്നത് 2006-ലാണ്. അപ്പോ അത് ഇല്ലാത്ത ആളുകൾക്ക്, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 20 ദിവസമോ അല്ലെങ്കിൽ 10, 15, 20 ദിവസത്തെ ജോലികളുണ്ട്, അതുകൊണ്ട് ജീവിക്കാൻ അവർക്ക്. അത് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന പോളിസിയാണ്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൂട്ട്ലാൻഡ് കമ്മീഷൻ ഫോർ എൻവയോൺമെന്റ്, അതായത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, യുണൈറ്റഡ് നേഷൻസ്. പിന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച്, മനുഷ്യന്റെ നമ്മുടെ ഡെവലപ്മെന്റ് അപ്രോച്ച്. ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ചില് ഹെൽത്തി എക്കോണമി, ഗുഡ് എഡ്യൂക്കേഷൻ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഫിസിക്കൽ സേഫ്റ്റി, ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ഇതെല്ലാം അത്യാവശ്യമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓക്കെ, ഇതെല്ലാം ഹ്യൂമൻ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ്. പിന്നെ പിന്നെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് പറഞ്ഞാൽ MDG, introduced in 2000. It is considered the next stage of measurement after the human resource indicated to measure the progress of the country. ഇതിൽ എന്താണ് പറയുന്നത്? 8 സ്പെസിഫിക് ഗോൾ ഉണ്ട്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് 2000-ലാണ് നിലവിൽ വന്നത്. അവരുടെ സ്പെസിഫിക് ഗോള് പോവർട്ടി, ദാരിദ്ര്യം റിമൂവ് ചെയ്യുക. 2, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും കൊടുക്കുക. 3, ഈക്വാലിറ്റി, എംപവറിംഗ്, സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുക, അവർക്ക് പവർ കൊടുക്കുക. റിഡ്യൂസിങ് ചൈൽഡ്, കുട്ടികളുടെ ശിശു മരണം നിർത്തുക. പിന്നെ മെറ്റേണൽ ഹെൽത്ത്, പ്രസവത്തിൽ മരണം നിർത്തുക. ശിശു മരണം പ്രസവ മരണം വ്യത്യാസം കേട്ടോ. ശിശു മരണം ചിലപ്പോൾ നല്ല ന്യൂട്രീഷൻ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പാലൊക്കെ അങ്ങനെ മരിക്കുന്നത്, മറ്റേത് പ്രസവത്തിൽ മരിക്കുന്നത്. പിന്നെ കമ്പാറ്റിംഗ് HIV, AIDS, അത്തരത്തിൽ ബാധിച്ച മലേറിയ, പിന്നെ അതേമാതിരി മറ്റുള്ള ഡിസീസ് ഇറാഡിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ അങ്ങനെ പോവർട്ടി, ഹങ്കർ,
പിന്നെ വെൽബീയിങ്, ജനങ്ങളുടെ വെൽബീയിങ്, പിന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അത് പറഞ്ഞു കഴിഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെ വേറെ ഒന്ന് ഇന്നീക്വാലിറ്റി, അത് പണമുള്ളവരും പണമില്ലാത്തവരും തമ്മിലുള്ള ഗ്യാപ്പ്, അത് പിന്നെ ഹ്യൂമൻ സെറ്റിൽമെന്റ്, ജനങ്ങൾക്ക് താമസ സൗകര്യം സേഫ് ആയിട്ടും പിന്നെ സസ്റ്റൈനബിൾ ആയിട്ടും, പിന്നെ പ്രൊഡക്ഷൻ, സസ്റ്റൈനബിൾ കൺസംഷൻ പ്രൊഡക്ഷൻ, ഓക്കെ, അങ്ങനെ ചിലതുണ്ട്. പിന്നെ നമ്മുടെ കാത്തു സൂക്ഷിക്കുക, പ്രൊട്ടക്ട്, റെസ്റ്റോർ, അതായത് കാടുകള്, ഫോറസ്റ്റ്, അതേമാതിരി പിന്നെ നമ്മുടെ പ്രകൃതി തന്ന ഓരോരോ ഇതൊക്കെ ഡീഗ്രേഡേഷൻ അതൊന്നും പാടില്ല, ബയോഡൈവേഴ്സിറ്റി ലോസ് പാടില്ല, പിന്നെ ഇംപ്ലിമെന്റേഷൻ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ നമ്മുടെ മറ്റുള്ളവരായിട്ടുള്ള തമ്മിലുള്ള ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്. അടുത്തത് പറയാനുള്ളത് വുമൺ മാർജിനലൈസ്ഡ് ആസ് എ കോൺസ്റ്റിറ്റ്യൂട്ട്, സ്ത്രീകള്, വുമൺ ആൻഡ് മാർജിനലൈസ്ഡ്, മില്ലേനിയം ഡെവലപ്മെന്റ് പറഞ്ഞു, എൻഷുറിംഗ് ഡെവലപ്മെന്റ് പറഞ്ഞു, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഡെവലപ്മെന്റ് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു, ഇതെല്ലാം നോക്കിക്കോളൂ, എല്ലാം ഞാൻ പറഞ്ഞതാണ്. അടുത്തത് വുമൺ ആൻഡ് മാർജിനലൈസ്ഡ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ ഇവിടെ സ്ത്രീകളുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ഒക്കെ അനവധി സ്കീം ഉണ്ടായിട്ടുണ്ട്. വുമൺ ഡെവലപ്മെന്റ് കമ്മീഷൻ ഉണ്ട്, വുമൺ ആൻഡ് ഡെവലപ്മെന്റ് WAD, ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് പിന്നെ ഇതുണ്ട്, GID ഉണ്ട്, കമ്മീഷൻസ് പലതുണ്ട്, അവരുടെ പരിഗണന പലതുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ സ്ത്രീകൾക്കാണ് 50% റിസർവേഷൻ. അങ്ങനെ അവര് മുൻപിൽ വന്നിട്ട് അവര് റിലയന്റ് ആയിട്ട് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് വരുന്നുണ്ട് എക്കണോമിക്കലി എല്ലാം. അങ്ങനെ നാഷണൽ പോളിസിക്ക് വേണ്ടി സഹായം ചെയ്യുന്ന പല കാര്യമുണ്ട്. അങ്ങനെ കൺക്ലൂഷൻ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us to understand the relationship of development with the governance. Good governance stresses നമ്മുടെ ഭരണം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി, സത്യസന്ധത, അക്കൗണ്ടബിലിറ്റി, എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് എല്ലാവരും ആരെല്ലാം അഫക്ട് ചെയ്താണ് അവരൊക്കെ നമ്മള് ഗവേണൻസ്, നല്ല ഗവേണൻസ്, ഭരണം, പ്രൊവൈഡിങ് വോയിസ് പവർലെസ് എഗെയിൻസ്റ്റ് ഡിപ്രൈവേഷൻ, അതായത് ആരെയും ഇതില്ലാണ്ട് നമ്മൾ മാറ്റി നിർത്തരുത്. ഗിവിംഗ് ചോയ്സ് ഇൻ ഇൻട്രസ്റ്റ് ടു ദ പീപ്പിൾ ടു ഗ്രോ. നിങ്ങളും വളരൂ, മറ്റുള്ളവരെ വളരാൻ അനുവദിക്കൂ. ഒരു ആൽവൃക്ഷത്തിന്റെ ചുവട്ടിൽ മറ്റുള്ള കൊച്ചു കൊച്ചു മരങ്ങള് വരുന്നുണ്ടല്ലേ, ആലും വലിയ മരമായിരിക്കും, പക്ഷേ മറ്റുള്ള ഇതും നിങ്ങൾ വളരൂ. നമ്മുടെ ടാറ്റ, ബിർള, ആരായിക്കോട്ടെ, പക്ഷേ കൊച്ചു കൊച്ചു ഇൻഡസ്ട്രീസിനും വളരാൻ അനുഭവിക്കുക. ഒരു IT കമ്പനി പണ്ട് ഇൻഫോസിസ് വന്നു, അത് കഴിഞ്ഞിട്ട് ഇതാ വന്നു മറ്റേ സത്യം കമ്പ്യൂട്ടേഴ്സ്, ഇതാ വന്നു TCS, അതാ വരണു മറ്റേ വിപ്രോ, ഇതാ വരണു മറ്റേ ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെ 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 വരുന്നു, എത്ര. അപ്പോൾ നിങ്ങളും വളരൂ, മറ്റുള്ളവരും വളരാൻ മതിയോ. ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ച് പ്രൊവൈഡ് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഫോർ ഗവേണൻസ്, ഗുഡ് എക്കണോമിക് ഡെവലപ്മെന്റ്, രാജ്യത്തിന്റെ പുരോഗതി, നിങ്ങളുടെ പുരോഗതി, നിങ്ങളുടെ സ്റ്റേറ്റിന്റെ പുരോഗതി, കമ്പനിയുടെ പുരോഗതി. ഓക്കെ, സോ മാക്രോ എക്കണോമി ജനറേറ്റ് സസ്റ്റൈനബിൾ ഈ കമ്പനി സുരക്ഷിതമാണെങ്കിലല്ലേ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ, ക്യാമ്പസ് ഇന്റർവ്യൂ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ എക്കണോമി വളരെ സ്റ്റേബിൾ ആയിരിക്കണം, രാജ്യത്തിന്റെ, നമ്മുടെ സ്റ്റേറ്റിന്റെ, എന്നാലേ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാവും. എൻഷുർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻഫ്ലേഷൻ, നമ്മളെ നാണ്യപ്പെരുപ്പം, അതും വളരെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് സ്ട്രെങ്തനിങ് ഡെമോക്രസി ത്രൂ ഗവേണൻസ്. ഡെമോക്രസി, അടുത്തത് ഭരണം. ഓക്കെ, 1947 ഇന്ത്യക്ക് ഉണ്ടോ അതിൽ ഇൻട്രൊഡക്ഷൻ നോക്കട്ടെ. യെസ്, ഓക്കെ. ഇപ്പൊ പറയാൻ പോകുന്ന ഡെമോക്രസി ഡെഫിനിഷൻ ആൻഡ് ഫീച്ചേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു സ്ട്രെങ്തൻ. നമ്മുടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഇന്ത്യൻ ഭരണഘടന എന്ന്. ഓക്കെ, ത്രൂ ഗവേണൻസ്, പിന്നെ ഗവേണൻസ് കൺസെപ്റ്റ് ഓപ്പറേഷണലിസം, സ്ട്രെങ്തനിങ് ഡെമോക്രസി ത്രൂ ഗവേണൻസ് മെഷേഴ്സ്. ഓക്കെ, ഇതാണ് 1947 ഇന്ത്യ ബിക്കെയിം നേഷൻ ഓഫ് ഈക്വൽ നമ്മുടെ രാജ്യം സുരക്ഷിതമായി, മറ്റുള്ള നമ്മുടെ ഇത് ആരോടും കടപ്പാടില്ലാതെ നമ്മൾ നമ്മുടേതായ ഇൻഡിപെൻഡന്റ് രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ഓക്കെ, ഈക്വൽസ് ആൻഡ് ചൂസ് ടു ബി എ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. മനസ്സിലായില്ലേ? ordained itself to give a government by popular choice, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ഓക്കെ ആണ്, by giving key attention to the existing melodies and pitfalls in socio-economic arena and to rectify the same through various. അങ്ങനെ പല പോളിസി നിലവിൽ വന്നു.
ആദ്യം നമുക്ക് പരിതാപകരമായിരുന്നു. നമ്മുടെ പൈസ ഉണ്ടായിരുന്നില്ല, പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, വാട്ടർ സപ്ലൈ ഇറിഗേഷൻ ഉണ്ടായിരുന്നില്ല, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് പൂർവികരെ ഡിസൈഡഡ് ദാറ്റ് ഇൻ സച്ച് എ ഡൈവേഴ്സ് കൺട്രി, ഇത്ര മഹത്തായ ഒരു രാജ്യത്ത് എല്ലാം ഇവരുടെ ആസ്പിരേഷൻ ഫുൾഫിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് കുറെ പ്രയത്നിക്കേണ്ടതുണ്ട്. ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് ഹാസ് ടേക്കൺ എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു എൻഷുർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. കുറെ ഞാൻ പറഞ്ഞു. ഡെമോക്രസി ഡെഫിനിഷൻ ആൾറെഡി പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇന്ത്യ 1947 സ്വാതന്ത്ര്യം 340 മില്യനാണ് ആളുകൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ സ്ഥിതി ഇവിടെ നിങ്ങളുടെ 121 കോടിയാണ് എഴുതിയിരുന്നത് ആ ജനങ്ങള്. പക്ഷെ ഇന്ന് 138 കോടിയിൽ മേപ്പിട്ടായി കേട്ടോ. ഇതിൽ ചില തെറ്റുണ്ട്. പിന്നെ നമ്മുടെ GDP അതെല്ലാം മേപ്പിട്ട് പോയി. ഇതിലത്തെ ഫിഗർ ഞാൻ വായിക്കുന്നില്ല, ഇത് തെറ്റാണ്. കാരണം അത് പഴയ ഇതാണ്. GDP-യിലും അതെ നമ്മുടെ രാഷ്ട്രം എത്രയോ മീതെ പോയി. നമ്മുടെ മോസ്റ്റ് എക്സ്പാൻഡിങ് ഡെവലപ്പിംഗ് കൺട്രിയാണ് നമ്മുടെ ലോകത്തിലെ നമ്മുടെ രാജ്യം. ഓക്കെ, സോ വേറൊന്ന് ഡെമോക്രസി ഈസ് എ സിസ്റ്റം. അതേമാതിരി നമ്മുടെ വിൽ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ വില്ലാണത്. നമ്മുടെ രാജ്യമാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ഇന്ത്യ സ്ട്രെങ്തൻ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, രാജ്യസ്നേഹമാണ്, പെട്രോട്ടിസമാണ് വളരെ അത്യാവശ്യം. ഓക്കെ, പിന്നെ ഡെമോക്രസി പ്രൊവൈഡ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. ഡെമോക്രസിയിലെ ഇലക്ഷൻ ഉണ്ട്, 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ ഉണ്ട്. അറിയാലോ, ലോകസഭ, രാജ്യസഭ, അസംബ്ലി എല്ലാം. പ്രസിഡന്റ് 5 കൊല്ലം, പ്രധാനമന്ത്രി 5 കൊല്ലം, വൈസ് പ്രസിഡന്റ് 5 കൊല്ലം, മുഖ്യമന്ത്രി 5 കൊല്ലം, ഗവർണർ 5 കൊല്ലം. അത് കഴിഞ്ഞിട്ട് അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, പിന്നെ ചിലപ്പോൾ രണ്ടാമതും കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, കാലാവധി ഉണ്ട് ഇതിനൊക്കെ. പിന്നെ മറ്റേതെല്ലാം ഇലക്ഷനിലൂടെയാണ് നടക്കുന്നത്, പഞ്ചായത്തിലെ ഇലക്ഷനിലൂടെ നടക്കുന്നത്. അതാണ് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ. അപ്പൊ ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണഘടന. ഓക്കെ, പിന്നെ ഡെമോക്രസി പ്രൊവൈഡ് പൊളിറ്റിക്. ഇവിടെ ഒരു പോയിന്റ്, വിൽ ഓഫ് ദ പീപ്പിൾ ഞാൻ പറഞ്ഞു. നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ് നമുക്ക് ആവശ്യം നമ്മുടെ ഡെമോക്രസിയിൽ. മനസ്സിലായോ? ഡെമോക്രസി പ്രൊവൈഡ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പൊളിറ്റിക്കൽ ഈക്വാലിറ്റി, റൈറ്റ്. ജനങ്ങൾക്ക് എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ഒരാളുടെയും വോട്ടവകാശം നമ്മൾ നിരസിക്കാൻ പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണ്. ആർക്ക് വേണമെങ്കിൽ ചില ഇലക്ഷൻ നിൽക്കാം, പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ചിലത് ഇന്ത്യൻ നാഷണൽ ആവണം, അങ്ങനെ പല പല കാര്യങ്ങൾ. അത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓരോ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അറ്റ് ദ സെയിം ടൈം എവരി വൺ ഓഫ് ദ ഡെമോക്രാറ്റിക് സ്പേസ് ഈസ് എക്സ്പെക്ടഡ് ടു റെസ്പെക്ട്. ഓരോ പാർട്ടി മറ്റുള്ള പാർട്ടി റെസ്പെക്ട് ചെയ്യണം. അത് അത്യാവശ്യമാണ്. കാരണം ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും. അതിനെന്താ? 400 ഇതിന് അത്ലറ്റിക് എല്ലാവർക്കും ജയിക്കാൻ പറ്റുമോ? ഫസ്റ്റ് ആവാൻ പറ്റുമോ? നമ്മുടെ പോൾ വാൾട്ടില് ഇതില് എന്താ പറയണ്ടേ, നമ്പർ 1 ആയി, ഗോൾഡ് കിട്ടി. അപ്പൊ എല്ലാവരും ഗോൾഡ് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പൊ ഇത് ഇലക്ഷനിൽ ജയിക്കും, പക്ഷെ അതിന്റെ അർത്ഥം മറ്റുള്ളവര് റെസ്പെക്ട് ചെയ്യണമെന്ന. എല്ലാ പാർട്ടിയും റെസ്പെക്ട് ചെയ്യണം. അത് ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം എന്താ റെസ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അതേമാതിരി എങ്ങനെയാ റെസ്പെക്ട് ചെയ്യേണ്ടത്, അത് മിസ്സിങ്, നൗഡേയ്സ് ഇറ്റ് ഈസ് മിസ്സിങ്. ഓക്കെ, അത് ഞാൻ പറയാം. ഡെമോക്രസി ഈസ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. പിന്നെ വൈഡ് സ്പ്രെഡ്. നമ്മുടെ രാജ്യങ്ങളിൽ പല ഇതും പോവർട്ടി റിഡണ്ട്. നമ്മുടെ നോക്കൂ, നമ്മുടെ ഒറീസയിലെ പല സ്ഥലങ്ങളിലത് പട്ടിണി കിടക്കുന്ന ഒരു കാലമാണ്. കാലഹണ്ടി, പല ആത്മഹത്യകളൊക്കെ പല കാലത്തുണ്ടായിരുന്നു ഉണ്ട്. അപ്പൊ ഇന്ത്യ ഇപ്പോഴും അതെ, പോവർട്ടി ഒന്നും പോയിട്ടൊന്നുമില്ല അങ്ങോട്ട്. ഇപ്പൊ ഇത്രയോ ആളുകൾ ഇപ്പൊ ഉണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ബിലോ പോവർട്ടി ലൈനിൽ കുറെ ആളുകളുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതൊക്കെ ശരി തന്നെയാണ്. അബ്രഹാം ലിങ്കൺ, അമേരിക്കൻ പ്രസിഡന്റ്, പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത്, അവിടുത്തെ ഡെമോക്രസി പറയുന്നത് എന്താണെന്നറിയോ? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. അബ്രഹാം ലിങ്കൺ, അമേരിക്കൻ പ്രസിഡന്റ്, ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ്. ഓക്കെ, അദ്ദേഹം പറയണ്ടേ. അതേമാതിരി ഗാന്ധിജി പറയുന്നത് ഇന്ത്യ ലൈസ് ഇൻ വില്ലേജസ്. വില്ലേജ് എന്നാണ് നമ്മുടെ ഡെമോക്രസി വരേണ്ടത്. അത് ഇപ്പൊ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഓക്കെ, അതെല്ലാം വന്നത് പഞ്ച് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ. ഡോക്ടർ അംബേദ്കർ അതിനുവേണ്ടി എംഫസൈസ് ചെയ്യുന്നു. നമ്മുടെ ഭരണഘടനയിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ 26/1/1950 ഭരണഘടന നിലവിൽ വന്നത്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട് ചിലത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓരോരോ സംസ്ഥാനം ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ ഡയറക്റ്റീവ് നമ്മുടെ ഭരണഘടനയിലുള്ളതാണ്. സ്റ്റേറ്റ് എന്തെല്ലാം ചെയ്യണം എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്.
അതായത് ജനങ്ങളുടെ വെൽഫെയർ, പിന്നെ വാട്ടർ സപ്ലൈ, ജയില്, ലോ ആൻഡ് ഓർഡർ, ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ എഡ്യൂക്കേഷൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ, പിന്നെ അങ്ങനെ പോവർട്ടി ഇറാഡിക്കേഷൻ, ഈക്വൽ ആയിട്ട് സ്വത്തുകൾ ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതൊക്കെ ചില ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം കാത്തു സൂക്ഷിക്കുക. പിന്നെ വേറൊരു കാര്യം, യെസ്, നമ്മുടെ 28 സ്റ്റേറ്റ് 9 യൂണിയൻ ടെറിട്ടറി ഉണ്ട് ഇന്ത്യയില്. അത് യൂണിയൻ ടെറിട്ടറി ഹെഡ് ചെയ്യുന്നത് പിന്നെ ലഫ്റ്റനന്റ് ഗവർണറാണ്. നമ്മുടെ സ്റ്റേറ്റിന് ഗവർണറും ചീഫ് മിനിസ്റ്ററും ഉണ്ട്. പക്ഷെ യൂണിയൻ ടെറിട്ടറിക്ക് ലഫ്റ്റനന്റ് ഗവർണറാണ്, അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടാവും. യൂണിയൻ ടെറിട്ടറി എല്ലാം സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് കേട്ടോ. യെസ്, ചിലത് രാഷ്ട്രീയമായിട്ട് ഇപ്പൊ ഇലക്ഷൻ നടന്ന ഡൽഹി, അതേമാതിരി പോണ്ടിച്ചേരിയിലൊക്കെ. ഓക്കെ, അതിന്റെ കാരണം ഡൽഹി തന്നെ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ഇന്ത്യയുടെ, അതുകൊണ്ടാണ് വേറെ ഒന്ന്. പിന്നെ വേറെ ഒരു ഇത് പറയേണ്ടത്, സ്ട്രെങ്തനിങ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, സ്ട്രെങ്തനിങ് ഡെമോക്രസി ത്രൂ ഗവേണൻസ്. ഇവിടെ പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡെമോക്രസിയിലെ അപ്രോപ്രിയേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഉണ്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, യൂണിവേഴ്സിറ്റി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, യെസ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അതേമാതിരി ഓരോ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഇന്നലെ പാർലമെന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓരോരുത്തരുടെ സേവനത്തിന് വേണ്ടി, ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. നൗ ദ കമ്മിറ്റി റെക്കമെൻഡഡ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതായത് 4 or 5 ഗ്രാമപഞ്ചായത്ത് കൂടിയതാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, 3 or 4 ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയതാണ് ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഇതൊക്കെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ വരുന്നതാണ് ഇതൊക്കെ, മനസ്സിലായോ? പിന്നെ ഗ്രാമസഭയുണ്ട്, ചെറിയ കൊച്ചു കൊച്ചു വാർഡ്. ഓക്കെ, പക്ഷെ ഇതൊക്കെ വളരെ പവർഫുൾ ആണ് ഇപ്പോ കേട്ടോ. 5 കൊല്ലത്തെ കാലാവധിയാണ്, 5 കൊല്ലം കഴിഞ്ഞ് ഇതിൽ റിസർവേഷൻ, സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ടെന്ന് മാത്രമല്ല, അതിന്റെ പുറമെ മറ്റുള്ള റിസർവേഷനും ഉണ്ട്, SC ST ബില്ലിന്റെ റിസർവേഷനും ഉണ്ട്. ഓക്കെ, പിന്നെ IRDP, ഇന്റിഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ്, അതുണ്ട്. ഇന്റിഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ്, അതേമാതിരി 5 ഇയർ പ്ലാൻ ജവഹർലാൽ നെഹ്റുവിന്റെ ടൈമിൽ ചെയ്തതാണ്. ഇതൊക്കെ കാരണം ആളല്ലേ ആദ്യത്തെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ. ഇപ്പോ അത് കഴിഞ്ഞിട്ട് 1ാമത്തെ 5 ഇയർ പ്ലാൻ, 2ാമത്തെ, 3ാമത്തെ, 12ാമത്തെ, അങ്ങനെ 13ാമത്തെ, അങ്ങനെയായി. അപ്പൊ ഇപ്പോ പിന്നെ യെസ്, ഓരോരോ 5 ഇയർ പ്ലാനിലും പല അവരുടെ പ്ലാൻ ചെയ്തിട്ട് 5 കൊല്ലത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇന്റിഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, വാട്ടർ സപ്ലൈ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, പിന്നെ ഹൗസസ്, പിന്നെ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി, ഇതൊക്കെ ഓരോരോ 5 ഇയർ പ്ലാനിലും സയന്റിഫിക് അച്ചീവ്മെന്റ്സ്, അങ്ങനെ 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 വന്നു. 73-74, അതായത് അമെന്റ്മെന്റ്, നമ്മുടെ ക്രിയേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞാൽ സംസ്ഥാന, നമ്മുടെ സിറ്റിയിലുള്ളതാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ. മേയറാണ് അതിൻ്റെ ചെയർമാൻ, ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദ സിറ്റി, ഗവർണർ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദ സ്റ്റേറ്റ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് എ കൺട്രി. മനസ്സിലായില്ലേ? അപ്പോ അതായി. പിന്നെ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പൊ നിതി ആയോഗ് ആയിട്ട് പരിണമിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പേര് അതാണ്, നിതി ആയോഗ്. പിന്നെ അതാണ്. പിന്നെ അതിന്റെ വൈസ് ചെയർമാനാണ്, ചെയർമാൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ. പിന്നെ ഗ്രാമസഭ ആൾറെഡി. പിന്നെ വേറെ പ്രധാനപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റി. നമ്മുടെ ഇന്ത്യ അനവധി ട്രൈബൽസ് ഉണ്ട്. ഇത് ഞാൻ ഒരുപടി ഓരോ സ്റ്റേറ്റിലുണ്ട്. ചില സംസ്ഥാനങ്ങളില് ST ഇല്ല, SC ഉള്ളൂ. ചില സംസ്ഥാനങ്ങളിൽ SC ഉണ്ട്, ST ഉണ്ട്. ചില സംസ്ഥാനങ്ങളില് ST ഇല്ല, SC മാത്രമേ ഉള്ളൂ ഇന്ത്യയില്. ശ്രദ്ധിക്കുക, ചില സംസ്ഥാനങ്ങളില് SC ST ഉണ്ട്, ചില സംസ്ഥാനങ്ങളിൽ SC മാത്രമേ ഉള്ളൂ, ST ഇല്ല. ചില സംസ്ഥാനങ്ങളിൽ ST മാത്രമേ ഉള്ളൂ, SC ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്കൊക്കെ പ്രത്യേക ഓരോ ആക്ട് ഉണ്ട്, ഇവരുടെ റിസർവേഷൻ ഉണ്ട്. 5% റിക്രൂട്ട്മെന്റിൽ ഇവർക്കൊക്കെ SC STക്ക്. ബിലോ OBCക്ക് 3% ആണ്. പിന്നെ ഫിസിക്കലി അവർക്ക് വയ്യാത്ത, കണ്ണ് കാണാത്തവർക്ക് 1%, ചെവി കേൾക്കാത്തവർക്ക് 1%, സംസാരിക്കാൻ വയ്യാത്തവർക്ക്, അങ്ങനെ പല 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 പല
ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ ഓരോരോ റൂൾ ഉണ്ട്. എന്താ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ? അപ്പോ ഇവിടെ നിതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ദാറ്റ് ഇസ് നിതി ആയോഗ്. അപ്പൊ തിങ്ക് അതില് മെമ്പേഴ്സ് വളരെ രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് അല്ല, അത് മിടുക്കന്മാരായ ആളുകളായിരിക്കണം, എക്കണോമിസ്റ്റ്, ഭയങ്കര ഏബിൾ ആയിരിക്കണം. അപ്പൊ ബോഡി ഓഫ്, അതായത് എന്താണ് തിങ്ക് ടാങ്ക് പറഞ്ഞാൽ? തിങ്ക് ടാങ്ക് ആലോചിച്ച്, ബോഡി ഓഫ് എക്സ്പേർട്സ് പ്രൊവൈഡിങ് അഡ്വൈസ് ആൻഡ് ഐഡിയാസ് ഓൺ സ്പെസിഫിക് പൊളിറ്റിക്കൽ ഓർ എക്കണോമിക് പ്രോബ്ലംസ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കലും എക്കണോമിക് പ്രോബ്ലം വളരെ നല്ല അഡ്വൈസ് കൊടുക്കുന്നതാണ് പ്രധാനമന്ത്രിക്കും ഇവർക്കൊക്കെ. പ്രധാനമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓരോ വിധത്തിൽ സയന്റിഫിക് അഡ്വൈസേഴ്സ് ഉണ്ട്, മീഡിയ ഉണ്ട്, അവർക്ക് ഓരോരോ വിധത്തിലുള്ള സഹായം വേണ്ടേ? രാജ്യം എത്രയോ വലിയ രാജ്യമാണ്, മനസ്സിലായില്ലേ? അപ്പോ തിങ്ക് ടാങ്ക് പലതും ഉണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് നമ്മുടെ ഇന്ത്യയില്, ഡൽഹിയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. 3 ഇലക്ഷൻ കമ്മീഷണേഴ്സാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 2 വേറെ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇതെല്ലാം പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ആണ്. അവരാണ് ലോകസഭ, രാജ്യസഭ, നമ്മുടെ അസംബ്ലി, പിന്നെ പ്രസിഡന്റ് ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷണറാണ്, ചില ചീഫ് ഇലക്ഷൻ കമ്മീഷണറും. ഓക്കെ, പിന്നെ അതായി. പിന്നെ വേറെന്താണ്? ഇലക്ഷൻ കമ്മീഷണറായി. സർവശിക്ഷ അഭിയാൻ, അതായത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ, അതും നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസിയാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക. 14 വയസ്സ് ഉള്ളവർക്ക് അവർക്ക് ഇത്. പിന്നെ വേറൊരു കാര്യം, RTE, അതായത് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. RTE, റൈറ്റ് ഓഫ് ചിൽഡ്രൻ, കമ്പൽസറി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക്, അതിന് വേറെ ഒന്നുമില്ല. ഓക്കെ, അതായത് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് വേണം കുട്ടികൾക്ക്, ട്രെയിൻഡ് ടീച്ചേഴ്സ് വേണം, മാനേജ്മെന്റ് നല്ല കമ്മിറ്റി വേണം, പീപ്പിൾ ടീച്ചർ, അതായത് എത്ര കുട്ടികൾക്ക് എത്ര ടീച്ചർ, ഒരു ടീച്ചർക്ക് എത്ര കുട്ടികൾ, പിന്നെ ക്ലാസ് റൂം റേഷ്യോ, എത്ര ക്ലാസ് റൂം വേണം, പിന്നെ ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക്. ഇതൊക്കെ ഇതിൽ പറഞ്ഞതാണ്, പിന്നെ ഭക്ഷണങ്ങളൊക്കെ. അപ്പോ സോഷ്യൽ ആൻഡ് ജെൻഡർ ഈക്വാലിറ്റി, കുട്ടികൾക്ക് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ഉണ്ട്. അതായത് റൂറൽ ഹെൽത്ത്, അവർക്ക് ഹെൽത്ത്, ഇവർക്ക് ചെക്കപ്പ്, അതേമാതിരി അസുഖങ്ങള് പലരും, ക്ഷയം, അതേമാതിരി വേറെ പല അസുഖങ്ങളുണ്ട്, അവർക്കൊക്കെ മരുന്ന് സപ്ലൈ, മൊബൈൽ, അത് പലതും കൊടുക്കണം. പിന്നെ ആംബുലൻസ്, ഹോസ്പിറ്റൽ, പ്രൈമറി ഹെൽത്ത് ഒക്കെ. പിന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റിനെ പറ്റി ഞാൻ ആൾറെഡി പറഞ്ഞു. ഇത് 2005 സ്റ്റാർട്ട് ചെയ്ത്, ഇംപ്ലിമെന്റ് ചെയ്ത് 2006 അതേമാതിരി ഇവിടെ 30% സ്ത്രീകൾക്കാണ്. അതിൽ ഗ്രാമപഞ്ചായത്താണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാം ബീങ് ഇംപ്ലിമെന്റഡ്, അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിന്റെ ഫണ്ട് അലോട്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റ് പല ഗ്രാന്റ് ഉണ്ട്. ഓക്കെ, ദർ ഇസ് നീഡ് ടു എൻഷുർ ദി പാർട്ടിസിപ്പേഷൻ. ജനങ്ങളുടെ സഹായം ആവശ്യമാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും. അപ്പൊ ഇത് പിന്നെ സോ നെക്സ്റ്റ് വി ആർ കമ്മിങ് യെസ് RTE ആക്ടിന്റെയാണ് അവൈലബിലിറ്റി ഓഫ് ടീച്ചിങ്, അപ്പോയിന്റ്മെന്റ് ഓഫ് റിക്വയർഡ് നമ്പർ ഓഫ് ട്രെയിൻഡ്, ഇത് കണ്ടിന്യൂസ്, ഇത് ഫോർമേഷൻ ഓഫ് സ്കൂൾ മാനേജ്മെന്റ്, മെയിൻ്റനൻസ് ഓഫ് പീപ്പിൾ ടീച്ചർ റേഷ്യോ ആൻഡ് ടീച്ചർ ക്ലാസ് റൂം. ഇതിപ്പോ ഞാൻ പറഞ്ഞതാണ് ഇതൊക്കെ. സ്റ്റുഡന്റ് ക്ലാസ് റൂം. നെക്സ്റ്റ്, പ്രൊവിഷൻ ഫെസിലിറ്റീസ് സച്ച് എ ലൈബ്രറി, സയൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്, ന്യൂ റിഫോംസ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. അപ്പൊ നമ്മുടെ ഇന്നത്തെ സിസ്റ്റം നമ്മൾ വളരെയധികം പുരോഗമിക്കണം പല കാര്യങ്ങളിലും. ആ കുട്ടികളുടെ യൂണിഫോം, അത് ഇത്, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കണം. അടുത്ത്, സോ വി ഹാഡ് ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ഭരണഘടന നമ്മുടെ ഇന്ത്യയുടെ നമ്മൾ കഴിഞ്ഞു. വളരെ നല്ല ഭരണഘടനയാണ് ഇന്ത്യയുടെ. നമ്മളത് കീപ്പപ്പ് ചെയ്യണം. അതിലെ ഫ്രെയിമേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓർക്കണം. നല്ല കാര്യങ്ങളാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് 2 കൊല്ലം 11 മാസം അങ്ങനെ 18 ദിവസം കൊണ്ടാണ് ആദ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയത്. എപ്പോഴും നമ്മുടെ ഇത് ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. പ്രോസസ് ഓഫ് ഗവേണൻസ് ഹാസ് എൻഷുർ ടു ടേക്ക് ഡെമോക്രസി ഫോർവേഡ്. നമ്മളെല്ലാം ഡെമോക്രസിയായിട്ട് നമ്മൾ ഫംഗ്ഷൻ ചെയ്യണം. അതേമാതിരി അതിനെതിരായിട്ട് യാതൊന്നും ചെയ്യരുത്. കോൺസ്റ്റിറ്റ്യൂഷൻ ദ സുപ്രീം ലോ ഓഫ് ദ കൺട്രി, നോട്ട് ഓൺലി ദ ഗവൺമെന്റ് സ്ട്രക്ചേഴ്സ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അനവധി വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവർക്ക് റെസ്പെക്ട് കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷൻ, അതേമാതിരിയുള്ള പലതുണ്ട്, UPSC, ഇതൊക്കെ ഉണ്ട്.
ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓരോ പർപ്പസിന് വേണ്ടി സെറ്റപ്പ് ചെയ്യുന്നത്. സോ ഡു പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഡെമോക്രസി. ഇതെല്ലാം ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി സ്ഥാപിച്ച ഓരോരോ സംഘടനകളാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.